ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോകണ്ട ഗായ്സ്. ചപ്പാത്തി റോൾ എന്നും പറയും, പിന്നെ എഗ് റോൾ എന്നും പറയും കേട്ടോ. ഞാൻ ഇട്ട പേരാണ് ഗായ്സ്. അപ്പോൾ അതിനെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് സവോള വേണം, പിന്നെ ക്യാരറ്റ് വേണം, കുക്കുംബർ വേണം, പിന്നെ നമുക്ക് ഒരു പച്ചമുളക് മതി. അത് കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ആവശ്യമുണ്ട്, പക്ഷെ നമുക്ക് ക്യാപ്സിക്കം കിട്ടിയില്ല. എന്നിട്ട് നമ്മളിതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതെല്ലാം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നാരങ്ങ പിഴിയാനായിട്ട് നോക്കാനാണ്, പക്ഷെ ഞാൻ പിഴിഞ്ഞിട്ട് വന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ അമ്മേനെ കൊണ്ട് പിഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലായിടത്തും ആ ഭാഗത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള പച്ചക്കറി എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഈ കുറച്ച് പച്ചക്കറിയൊക്കെ വേണം, പക്ഷേ കുക്കുംബർ ഒന്നും ഇട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഉപ്പ് കൂടിയില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. നിങ്ങൾ വെജിറ്റബിൾസ് എടുക്കുന്നതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഉപ്പൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ ഇളക്കി എടുക്കുകയാണ് ഗൈസ്. വീണ്ടും നമ്മൾ ഉപ്പ് നോക്കി, അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചപ്പാത്തി ചൂടാനായിട്ട് പോയി. ചപ്പാത്തി ചൂടാൻ പോയപ്പോൾ എണ്ണ ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ കടയിൽ പോയി എണ്ണ മേടിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മളിത് ചപ്പാത്തി ചൂടാൻ പോകട്ടോ. പിന്നെ ഇതെന്നെ മറ്റേ പാനിൻ്റെ അകത്ത് ചൂടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മറ്റേ കുറച്ച് കല്ലായിട്ടാണ് ഗൈസ് കിട്ടുകയുള്ളൂ. പിന്നെ അതിനിടയ്ക്ക് അവിടെ അടുക്കളയിൽ നിന്ന് എൻ്റെ കഴുത്തേലേക്ക് ഉറുമ്പ് കയറി ഗൈസ്, എൻ്റെ തൊണ്ടയെ കടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു. പിന്നെ വീണ്ടും നമ്മൾ എണ്ണയൊക്കെ പറ്റിയിട്ടോ ഗൈസ്. അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ എണ്ണ പറ്റൂല. അത് കഴിഞ്ഞ് എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കഴുത്ത് ഉറുമ്പ് അടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞത് ഇങ്ങനെ വേവണത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഗൈസ്. അവിടെ നോക്കിയിരുന്നിരുന്ന് നമ്മൾ മറിച്ചിടാൻ പോവാണ്. അങ്ങനെ മറിച്ചിട്ടു ഗൈസ്. എനിക്ക് മറ്റേ ഇങ്ങനത്തെ പാത്രം ആയതുകൊണ്ട് എനിക്ക് ഇടാൻ ഇച്ചിരി അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടുണ്ട്. മറ്റേതാണെങ്കിൽ നമുക്ക് നേരെ എടുത്ത് കെടുത്തിട്ടാൽ പോരെ. അത് കഴിഞ്ഞത് ഇങ്ങനെ ഈ ഉറുമ്പ് അടിച്ച കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് ഞാൻ വെന്തോന്നൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ എടുത്തിടുകയാണ്. അത് ചപ്പാത്തി അമ്മയാണ് കേട്ടോ ചുട്ടത്. രണ്ടാമത്താണ് ഗൈസ് ഞാൻ ചുട്ടത്. എനിക്ക് വേണ്ടി ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ്. ബാക്കി അമ്മയ്ക്കൊക്കെ അമ്മ തന്നെയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ 2 മുട്ട എടുത്തു. നമ്മൾ എടുക്കുന്നതിന് അനുസരിച്ച് മതി കേട്ടോ. നമ്മളിപ്പം 4 ചപ്പാത്തി എടുക്കണമെങ്കിൽ 4 മുട്ട വേണം. അങ്ങനെ നമ്മൾ 2 മുട്ടയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് എൻ്റെ ഡ്രസ്സ് കണ്ടോ ഗൈസ്, അതൊന്ന് നോക്കണ്ട ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ പാത്രത്തിലേക്ക് 1 മുട്ട കൊത്തി വയ്ക്കുകയാണ്. അങ്ങനെ അതിൻ്റെ മിഷൻ കംപ്ലീറ്റ് ഞാൻ ഇടയ്ക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഇടയ്ക്ക് അതിൻ്റെ അകത്ത് അതിൻ്റെ സാധനം പൊളിഞ്ഞ് ചാടാറുണ്ട്. അതുകൊണ്ട് അമ്മ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് പക്ഷേ ഇന്ന് ഞാൻ കളഞ്ഞില്ല ഗൈസ്, അതിൻ്റെ അകത്ത് ചാടിച്ചില്ല. അങ്ങനെ വന്നിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ഞാനിങ്ങനെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഗൈസ്. ഞാൻ ഭയങ്കര സ്പീഡിൽ ചെയ്യാമെന്ന് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല ഗൈസ്. പക്ഷേ എന്നാലും എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാനിരുന്ന് ഇളക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾ നല്ലപോലെ പതച്ച് വരണം, പക്ഷേ എനിക്ക് പതച്ച് വരാൻ അറിയത്തില്ല. പിന്നെ ഞാൻ ഉപ്പൊക്കെ എടുത്തിടുകയാണ്. ഉപ്പ് പിന്നെ വേറെ ഈ മുട്ടയ്ക്കകത്ത് നമ്മൾ വേറെ ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. ബാക്കിയുള്ള മുട്ടയൊക്കെ അമ്മയാണ് ഗൈസ് കൊത്തി വെച്ചത്. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാനിലേക്ക് എണ്ണ തൂത്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഞാൻ പാനായിട്ടോ എടുത്തത്. കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമ്മൾ 3-1 അല്ല ഇപ്പോൾ 4-1 എടുത്തിട്ട് നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചുറ്റിച്ച് കൊടുക്കണം. ഞാൻ ചുറ്റിച്ച് എൻ്റെ കൈ പൊള്ളും, അതുകൊണ്ട് ഞാൻ അമ്മയ്ക്കാണ് ആ മിഷൻ കൊടുത്തത് ഗൈസ്. അപ്പോൾ അതേ അമ്മ ചുറ്റിച്ചെടുക്കുകയാണ്. എല്ലാ സൈഡിലും ആക്കി കൊടുക്കണം കേട്ടോ ഗൈസ്. നല്ലപോലെ ആ ഒരു ചപ്പാത്തിയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ മേലേക്ക് തന്നെ ചപ്പാത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ചുട്ടെടുത്ത ചപ്പാത്തിനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ
ഒന്ന് വേവ് ചെയ്യാൻ ഒരു 10-12 സെക്കൻഡ് നിന്ന് കഴിയുമ്പോൾ അത് വേവും. നമ്മൾ ഈ മുട്ടയുടെ ഒരു സൈഡാണ് വേവുന്നുള്ളൂ, പക്ഷേ അപ്പുറത്ത് വേവ് കിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ എടുക്കണം. ഇത് കല്ലൊന്നും പോരത്തില്ല ഗൈസ്. അങ്ങനെ ഞാൻ പെട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ മറിച്ചിട്ടെടുത്തു. ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇത് ചേച്ചി ഉണ്ടാക്കിയതാണ് ഗൈസ്, അതാണ് ശരിയായത്. പിന്നെ അത് നമ്മൾ കൊണ്ടുവച്ചിട്ട് ഇത് എനിക്കുള്ള പണിയാണ് കേട്ടോ ഗൈസ്. ഇനിയുള്ള ബാക്കിയുള്ള എൻ്റെ പണിയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് കെച്ചപ്പ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ നടുക്കേക്കടി ഇങ്ങനെ വര പോലെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് അങ്ങനെ പറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് ഞാൻ അടച്ചു വയ്ക്കണമൊക്കെ നല്ല ഭദ്രമായിട്ട് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ പച്ചക്കറി നേരത്തെ എടുത്ത് വെച്ച സലാഡ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ നടുക്കേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ ഗൈസ്. ഇങ്ങനെ നമ്മൾ എൻ്റെ വേറെ ഒന്നും ഇടണ്ട, ഇനി കെച്ചപ്പ് മാത്രം ഇട്ടാൽ മതി. പിന്നെ നമുക്ക് നല്ല കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് മയോണൈസ് ഇടാം കേട്ടോ വേണമെങ്കിൽ. പക്ഷേ കെച്ചപ്പ് ഇടണം, അത് നിർബന്ധമാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളിത് അതിൻ്റെ മേലെ കൂടി നമ്മൾ കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ റോൾ ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ ബട്ടർ പേപ്പർ എടുക്കുന്നില്ല, ചുമ്മാ റോൾ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇത് ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കിയ എഗ് റോളാണ് ഗൈസ്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ അമ്മ കേട്ടോ എനിക്ക് ചുരുട്ടി തന്നത്. അത് കഴിഞ്ഞത് ഞാൻ എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചു. എങ്ങനെയുണ്ട് ഗൈസ്? കാണാൻ നല്ല ലുക്കുണ്ട്, പക്ഷെ കഴിക്കാൻ നല്ല ലുക്കുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അത് കഴിഞ്ഞത് ഞാൻ കഴിച്ചു നോക്കി. അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ ചാടിപ്പോവാ ഗൈസ്, ഞാൻ എന്ത് ചെയ്യും? അത് ഞാൻ കഴിച്ചു നോക്കി, അടിപൊളിയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റ.